ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഓവൻ എടുത്ത് വേണ്ട കമ്മി മാറിക്ക്. നിങ്ങൾ യൂട്യൂബില് വരും, നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് മുഖം മറിച്ച് കളഞ്ഞു. എടാ ഇവരൊക്കെ എന്റെ വീഡിയോ കാണുമെന്ന് ചുമ്മല്ലേ ഞാൻ വെളി. അങ്ങനെ ഓ ആ ശരിയാണല്ലോ, അമ്മയുടെ ഫോണല്ലേ നിങ്ങളുടെ ഇരിക്കണേ. കൺമണി നീ വൈറലായി. എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കണ. ആർക്കും വയ്യല്ലേ? ആർക്കും വയ്യ. ചേട്ടൻ പോയല്ലേ? കിട്ടിയില്ല എടാ, കിട്ടിയില്ല. എന്തോന്ന് അത്രയും വേണോ? ഇന്നിവിടെ എന്താണ് സ്പെഷ്യല്? ഹായ് കൊഞ്ച്. ശരിയാണ്, സ്വാഗതം പറഞ്ഞില്ല. ഇതിലെന്താണ്? കണവ. ഇതെന്തൊരു മീനമ്മ? ഇന്നലത്തെ മീൻകറി. ഇത് മെട്ടുവിൻ്റെ സ്പെഷ്യൽ. ഇതെന്തിനായിരുന്നു? ഐസ്ക്രീം. ഇത് പോയി അവൾ. കമ്മി നമുക്ക് ചീസ് കേക്ക് ഉണ്ടാക്കണ്ടേ? പാവം പിള്ളേര്. കുഴപ്പമില്ല, ചേട്ടൻ കണ്ടില്ല. മോപ്പി പറ മോനെ എവിടെ? ആ പറ. മഴ വരാൻ പോകും. അമ്മയ്ക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ വീഡിയോ എടുക്കുന്ന അഭിപ്രായം. മഴ വരുന്നു, ദാ വരുന്നു. ഈ മഴ പെയ്യണ്. മോപ്പി കം ഹിയർ. അയ്യോ മഴ വീണ്. ഇനി മോനും അവിടെ ഇരിക്കണം. മോനുവിനെയും കൊണ്ട് അഭിപ്രായം എടുപ്പിക്കണം. കുഴപ്പമില്ല, ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിന്റെ അഭിപ്രായം പറഞ്ഞതാ. അവരെ മുഖം പോലും വരരുതെന്ന്. മോനു എൻ്റെ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് കേക്കാണ്. എൻ്റെ അമ്മ കണവ തോരൻ, കൊഞ്ചുകറി, ഇന്നലത്തെ മീൻകറി. ഹായ് മഴ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഡെഡിക്കേഷൻ ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ അവളെ അയ്യോ അവരെങ്ങും ചെടി പോയി. മഴ നനഞ്ഞവര്. എന്തായി?
കഴിച്ചാ? ഐസ്ക്രീം കഴിച്ചാ? ഇതൊക്കെ നമ്മുടെ നെയ്ബർ കുട്ടികളാണ്. യു കറണ്ട് പോവോ? കൺമണിയോട് ഓർമ്മകളിൽ നല്ല ഫോട്ടോ. ഇത് ഒരു സീരിയൽ എടുക്കാനുള്ള എപ്പിസോഡുണ്ട് ഇവരുടെ സാറ്റുകളിൽ. തീരൂല. നമുക്കിതൊരു സീരിയലാക്കാം. ഇതൊന്നും തീരൂല. ഒരാള് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് കാണാനില്ല. പാരലൽ യൂണിവേഴ്സിൽ പോയത് ഡൗട്ടുണ്ട്. നമ്മള് സിനിമ കാണാൻ തുടങ്ങിയേ. ഗെയിം ഓവർ. കിട്ടി. ഞാൻ ഇതൊന്നും വീഡിയോയിൽ വരണ്ടേ? ഇത് പൗഡേർഡ് പഞ്ചാര. പൗഡേർഡ് പഞ്ചാര. പഞ്ചസാര പൊടിച്ച് തന്നെ വെക്കണം. നമ്മൾ ബേസിനായിട്ട് ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്ക്കറ്റാണ് നമ്മൾ പൊടിച്ച പഞ്ചസാരയും ബിസ്ക്കറ്റും കൂടെ മിക്സ് ചെയ്യാണ് ബേസിന് വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് ഈ ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് വലിയൊരു പിടുത്തം ഇല്ല ഇതെന്താന്ന്. അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്, ബാക്കി എഗ്ഗ് ചേർക്കാതെ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് നോക്കാനും, പിന്നെ ഇത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഫ്രിഡ്ജിൽ വെക്കാൻ പോവേണം. ഓവൻ ബേക്ക് ഇല്ല കഴിക്കണ അമ്മി.
എടാ നീ ഇങ്ങനെ കളിച്ചു നടക്കാതെ എല്ലാ ഡയറക്ടർമാരും ഫോൺ വിളിച്ചത് ഫോളോ ചെയ്യും. ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. ബേക്ക് ചെയ്യാൻ കൊണ്ടുപോണ ചൂടല്ലേ? അവളെന്ത് വീട് വേണ്ട, കമ്മിയാണ്. അച്ഛൻ്റെ കൂടെ ഭയങ്കര ചൂടാ. ചൂടാ, വിട്ടോ വിട്ടോ വിട്ടോ. ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഇത് പറയണ്ടേ എത്ര ഡിഗ്രി സെൽഷ്യസ്? വേണ്ട, അത് ഇത് കൊമേഴ്ഷ്യൽ ഓവനല്ലേ, ഇതിന്റെ വെച്ച് അത് നോക്കണ്ട. എത്ര മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത്? എത്ര മിനിറ്റ് അല്ല, 250 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത്. 1 മണിക്കൂർ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്ത്. അല്ല, ഇത് എത്ര മിനിറ്റ് വെക്കണം? ഇനി കേക്ക് വെക്കുമ്പോഴത്തേക്കും 150 എത്ര 150 1 മണിക്കൂർ ആണ് പറയണത്. നോക്കണം, നോക്കിയിട്ട് കഷ്ടപ്പാട് നാണക്കേടെ സൃഷ്ടിച്ചാണ് അവിടെ എത്തിയെന്നറിയാലോ. സിനിമ തലയിടിക്കല്ലേ. നമ്മളുടെ ചീസ് കേക്ക് അങ്ങനെ ആദ്യം ക്രീം ചീസ് അല്ലേ? എത്ര ഗ്രാം? ഇത് 400 ഗ്രാമാണ് ഇത് വരുന്നത്. അങ്ങനെ ഓക്കെ. അതിലേക്ക് നമ്മൾ വാനില എസൻസ് എങ്ങനെ ആയിട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ. അത്രയും വേണ്ട, വിട്ട് അത്രയും ഇട. ഒരുപാട് ഏറെ ഒഴിക്കൂടാണ്. ഒറിജിനൽ കേക്ക് ഉണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. ഇത് സോർ ക്രീം. സോർ ക്രീം ഇത് നമ്മൾ നേരത്തെ മേക്ക് ചെയ്ത് വെച്ച സോർ ക്രീം. ഫുൾ ഒഴിക്കും. ഇതിൽ 240 ml വേണം. ഇതിപ്പോൾ 200 ml വേണം. നമുക്ക് മറ്റന്നാൾ ഉത്സവം കഴിഞ്ഞിട്ടേ ഗീ റൈസും ചിക്കൻ കറിയും വെക്കാമേ. പാൽപ്പൊടി ഇടുമോ? പാൽപ്പൊടി നമ്മളെ ഇഷ്ടത്തിനാണ്, ഓപ്ഷണലാണ്. പിന്നെ ഓൾ പർപ്പസ് ഓ എന്തരമ്മ ബ്രൈറ്റ് കളറിലിരിക്കണോണ്ട് അമ്മ കഴിക്കും. പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. സ്വാഭാവികമായിട്ട് ഈ സാധനങ്ങൾ ഇടുമ്പോൾ നമ്മളിൽ കുറച്ച് എഗ്ഗ് ആഡ് ചെയ്യാതെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ എഗ്ഗ് ആഡ് ചെയ്ത് ബേക്ക് ചെയ്യും. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കും.
ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഇവര്. റെഡി. ഇതിന് മറ്റേ ഇതുകൂടെ ഒഴിക്കാം. ഡിസ്കോഫിന്റെ ക്രീം. ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നമ്മളിങ്ങനെ അലുമിനിയം ഫോയിലും കവർ ചെയ്ത് വെക്കും. അപ്പം അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. ആ അല്ല അത് ഫ്രഷ് ക്രീം കുറച്ച്. മൂന്ന് മുട്ട ആഡ് ചെയ്യാം. 3 രണ്ടാമത്തെ മുട്ട. മൂന്നാമത്തെ മുട്ടയുടെ കൂടെ കുറച്ച് വേണ്ട മൈദ ആ മൈദ മറ്റേ പാൽപ്പൊടി ചേർത്തായിരുന്ന പാൽപ്പൊടി ചേർത്ത്. മറ്റേ ഇതൊന്ന് ഇത് ഇതാക്കി വയ്ക്കുമ്പോ മറ്റേ കെറ്റിൽ ഓണാക്കി വെക്കുമോ? ലേശം ലേശം മൈദപ്പൊടിയാണ് ചേർത്തത്. ഈ ലെയർ ബബിൾസ് പോകാൻ വേണ്ടി നമ്മൾ ഒരേ മോഷനിൽ കുറച്ച് നേരം ഒന്ന് എയർ ഉണ്ടെങ്കിൽ ക്രാക്കേഴ്സ് വീഴും, അതുകൊണ്ടാണ്. അതിപ്പം നോക്കട്ടു നെല്ല് കാണിച്ചു എയർ കയറണ എല്ലാം ഇത് മൊത്തം ഇതിൽ തന്നെ പോട്ടെ. ഇനി ഇത്രയല്ലേ ഉള്ളൂ. ചീസ് കേക്ക്. പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബിസ്കോഫിന്റെ പൊടി. അതൊക്കെ സത്യം നല്ലോ. ഇതെന്താണ്? ആ വെള്ളം ബോയിൽഡ്. അത് പക്ഷെ അത് വെച്ചാലേ അറിയിക്കാൻ പറ്റും. അങ്ങനെ ഒഴിച്ച കത്തൂലേ? ചൂട് കയറ്. അല്ല ആ വെള്ളം ഇനി വിട്ട് ഇതിൽ ഒഴിക്കുമോ എനിക്കറിഞ്ഞൂടെ. ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതിൽ കുറച്ച് ബോയിൽഡ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. ബോയിൽഡ് ഉള്ള അതിലല്ലേ ഒഴിക്കാനുള്ളത്? പിന്നെ എന്തിനാ അവിടെ വെള്ളം വെച്ചിരിക്കണേ? അതും കൂടെ വെച്ചാൽ ഇത്
കുട്ടിക്കൂടെ നല്ല വലിയ പാത്രത്തിലായിരുന്നു ശരിക്കും വെക്കുകയാണ്. മതി മതി, വെള്ളം മതി. മിട്ടു വെള്ളം മതി. അത്രയും വെള്ളം വേണമായിരുന്നു. വെള്ളം കുറവാണ്. അതിൻ്റെ അകത്ത് ഹീറ്റ് കയറുമ്പോൾ എനിക്കറിഞ്ഞോണ്ട് മിട്ടൂറാണ് കുഴപ്പമില്ലെന്ന്. ഞാനിവിടെ അത് കഴിവിയോ? എവിടെ നിന്ന് കിട്ടുന്നു ഇത്ര പെട്ടെന്ന് വെപ്പണൊക്കെ? ഇതിലെങ്ങാനൊരു കൈ കത്തിയ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു മണിക്കൂറായില്ലേ? 1 മണിക്കൂറായിട്ടുണ്ട്. ആ മേളിൽ അത്ര ബ്ലാക്ക് വന്നില്ല, ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കത് എന്താണ് അവസ്ഥ? ആ പേപ്പർ നീ കട്ട് ചെയ്തെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ലൈറ്റ് ഇടല്ലേ? സൂപ്പറായിട്ട് വെള്ളമായിട്ടിരിക്കുന്നു. ലൈറ്റ് ഇട്ടെങ്കിൽ കാണാൻ പറ്റിയത്. ആ സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് വന്ന് മോപ്പി പൈസ പോയ ഇപ്പൊ എന്തായി? ഓഫ് ചെയ്യണ്ടേ? ഓഫ് ചെയ്യണ്ടേ? നല്ല മണം. ഇരിപ്പോ ഇനി മൊത്തം ടേസ്റ്റ് ചെയ്തട്ടാ? ഞാൻ ടേസ്റ്റ് ചെയ്യാം. എടാ സൈഡിൽ ശർക്കര. ഒന്നും അറിയാൻ വയ്യ. മധുരമൊക്കെ കറക്റ്റ് ചെയ്യുന്ന കൊള്ളാം. പക്ഷെ എനിക്കിത് ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇപ്പൊ കഴിക്കാൻ പറ്റൂല. കുട്ടീനെ പ്രസവിച്ച് അതന്നെ മറ്റേ കുട്ടീനെ പ്രസവിച്ച് കൈ കൊടുത്ത സന്തോഷം. നീ വിജയിച്ച് എന്റെ ചെറുകൈ. നല്ല പൈസ കിട്ടും. ഒരു പീസ് ഇതിന് എത്ര രൂപ? മിട്ടു ഉണ്ടാക്കിയ ചീസ് കേസ്. പയ്യെ പറയൂ. കൊള്ളാമോ? അല്ല ബിസ്കോഫ് വന്നോണ്ടാണ് ആ ടേസ്റ്റ്. നീ മനഃപൂർവ്വം എനിക്കറിയാം. നമ്മൾ എണീറ്റേന് കിട്ടുന്ന കരയും. അവൾ അതില്ല, അതെങ്ങനെയാണ് അവൾക്ക് അറിയരുത്. പിന്നെ അവൾക്ക് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് അവളോട് പോയത്? അല്ല ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അല്ല, ഇതിനു മുമ്പ് ചീസ് കേക്ക് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം മനസ്സിലാവും.
കഴിച്ചു. അല്ല അതായത് ഞാൻ പറഞ്ഞത് യൂറോപ്പിലെ ചീസ് കേക്ക് കഴിച്ചു. ഇത് കഴിക്കണം കഴിച്ചു. അത് അങ്ങനെ ചെയ്യല്ലേ, ആഹാരമായി ഇങ്ങോട്ട് വെക്കുമ്പോ. അല്ല ഇത് കഴിഞ്ഞിട്ട് കോൾസ് ക്രീമറിൽ എവിടെയെങ്കിലും പോയി ഒരു ചീസ് കേക്ക് വാങ്ങിച്ചിട്ട് അതിൽ തുപ്പി വെച്ചിട്ട് വാ. ഇതില് റെക്കോർഡാണ്, അവരൊന്ന് അടിക്കും. കൊള്ളാം. നിനക്കെന്തൊരു വിഷമം പോലെ. നീ എന്തിട്ട് മുഴുകണ? കൊള്ളാല്ലേ. ബിസ്കോഫ് നമ്മുടെ കടയില്. അല്ല ബിസ്കോഫ് ആയിരുന്നില്ലേ ഉണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച ഐറ്റം ഉണ്ട്. നല്ല റിച്ച് സാധനം. ഇത് മുട്ട ചേരാത്ത ഇതാണേ. കുറച്ചുകൂടെ അമിക്കിയിട്ട് ഇതിൽ മുട്ട ചേർന്ന് ബേക്ക് ചെയ്തത്. ഇത് ബേക്ക് ചെയ്യാതെ നേരിട്ട് ഇതിൽ വെച്ചത്. ഏത് ചേച്ചി ഇപ്പൊ കഴിച്ചതാ? ഇതാടി അത്. അതില് ബിസ്കോഫിന്റെ ടേസ്റ്റ് വന്ന. ഇതൊരു ഓവറായിട്ട് ബിസ്കോപ്പിന്റെ ടേസ്റ്റ്. ഇനി അടുത്തായിട്ട് വിട്ടു ഉണ്ടാക്കാൻ പോണ ഗീ റൈസും ചിക്കൻ കറി. അല്ല അടുത്ത തന്നെ വേറെ സാധനമുണ്ട്. ഓറഞ്ച് പീല് തുറന്നു. വേണ്ട അത് വേണ്ട, എനിക്ക് ഡെസേർട്ട് മതിയായി. ഇനി കുറച്ച് എരിയും പുളിയും. ഉണ്ടാക്കാൻ എളുപ്പം. ഓറഞ്ച് പീല് തുറന്ന സാധനം. ചിക്കൻ കറിയും ചപ്പാത്തി, ഗീ റൈസും ചപ്പാത്തി ഉണ്ടാക്കിട്ടാ. എനിക്കാണെങ്കിൽ എരിയും പുളിയുള്ള എന്തെങ്കിലും മതി. അതെന്തോ ഒരു ഡെസേർട്ടാണ്. അതൊക്കെ ഒരു ഇതാണ്. നിങ്ങൾ എന്തിനീ ബ്രൗണി ഡെസേർട്ട്? ഷുഗർ ആണെന്ന്. ആ നമുക്ക് എരിയും പുളിയുള്ള എന്തെങ്കിലും കഴിച്ചൂടെ? വല്ല ഓറഞ്ച് പൊസറ്റ്. ഇത് മറ്റേ പൊസസീവ് പസപ്പുകൾ. അടുത്തതായി അപ്പൊ വൈകിട്ട് അതൊക്കെ ഉള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ അഥവാ കൊള്ളൂല്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നിങ്ങൾ ആരും ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല. അത് കൊള്ളൂല. എനിക്ക് എന്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്.